യാതൊരു ബേസിസും ഇല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി കോൺഗ്രസ്സുകാർ പോയി പോലീസിന് തല്ലി മേടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ വളരെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ലേറ്റസ്റ്റ് ഇതാണ് ഞാൻ കാണുന്നത്. ഈ ഒരു അതായത് ജനങ്ങളുടെ ആവശ്യം വന്നു കഴിയുമ്പോൾ UDF-നെ എവിടെ കാണാൻ പറ്റുമെന്നുള്ള ഞാൻ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും അത്തരം ഇഷ്യൂസാണ് എടുക്കേണ്ടത്. ഇപ്പോൾ തന്നെ ഉദാഹരണം ഞാൻ പറയാം. വൈദ്യുതി ചാർജ് വർധന 7500 കോടി രൂപയാണ് പാവപ്പെട്ട കേരളത്തെ ജനങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിച്ചത്. ഇത്ര ചെറിയൊരു പിന്നെ വൈദ്യുതി നിരക്ക് വർധനമായിരുന്നു. അതിൽ ചെറിയത് ഇവിടെ 16 പൈസ നേരത്തെ കൂട്ടി, ഇപ്പം 12 പൈസ വീണ്ടും കൂട്ടി. 7500 കോടി രൂപയാണ് ഈ ഗവൺമെൻറ് വന്ന ശേഷം ഇതുവരെ കൂട്ടിയത്. ചെറിയ വർധനമൊന്നുമല്ല. പക്ഷേ നിങ്ങൾ ആ 2-3 പ്രസ്താവന കഴിഞ്ഞു. ഇനിയിപ്പോൾ അതാണെന്ന് കൂട്ടി ഇരിക്കട്ടെ, അത് പ്രതിപക്ഷ നേതാവ് സർക്കാർ കൂട്ടരുത് എന്നുള്ള ലെജിറ്റിമേറ്റ് ആയിട്ടൊരു ഡിമാൻഡാണ്. പക്ഷേ കാണുന്നില്ലല്ലോ അതാണ്. അത് പ്രക്ഷോഭങ്ങളെ ശക്തിപ്പെടുത്തണമെന്നുള്ള ജേക്കബിൻ്റെ അഭിപ്രായത്തോട് എനിക്ക് യോജിപ്പുണ്ട്. അത് ഞങ്ങൾ പറഞ്ഞത് തീർച്ചയായിട്ടും അടുത്തൊരു വർഷക്കാലം കൂടുതൽ ഇഷ്യൂസ് ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പോരാട്ടങ്ങൾ ശക്തിപ്പെടുത്തണമെന്നുള്ള ഞാൻ യോജിക്കുന്നു.